റോജി ഒരു വളരെ കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ 8-9 ദിവസത്തെ അവിടെ നിന്നു. അതിപ്പോ ഞങ്ങൾ മാത്രമല്ല, അപ്പൊ അതൊക്കെ ഞാൻ ഉപവാസമായിരുന്നു. അത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ വിഷയത്തോടുള്ള ഒരു ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇരുന്നത്. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ ഇതിപ്പോ ജാമ്യം കിട്ടി, സമ്മതിച്ചു. പക്ഷെ നമുക്ക് വേണ്ടത് ആ കേസ് റദ്ദ് ചെയ്യണം. കാരണം കള്ളക്കേസാണ്, മതപരിവർത്തനം നടന്നിട്ടില്ല, മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല. അപ്പോൾ ഈ കേസ് റദ്ദ് ചെയ്യണം. ഇത് ഇന്ത്യൻ ഭരണകൂടത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനം ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഹൈക്കോടതി പോയാൽ സുഖമായി കോഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കേസ് നടത്തിയാലും കേസ് ഇത് കാട്ടിക്കളയും. പക്ഷെ അതല്ല വേണ്ടത്, സർക്കാർ തന്നെ ഇത് അന്വേഷിച്ചിട്ട് അത് അവർക്ക് അന്വേഷണം വെക്കാം. എന്നിട്ട് ഇത് വസ്തുതയല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കേസിൽ നിന്ന് അവർ ഒഴിവാക്കണം. അതാണ് ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടേണ്ട നീതി. അതിനുവേണ്ടി ഇവിടെ റോജി ജെബിയൊക്കെ പറഞ്ഞു ആ പോരാട്ടവും അതിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ ജനപ്രതിനിധികൾ അതിൻ്റെ ജെബി റായ്പൂരിലെ വലിയ പ്രൊട്ടസ്റ്റ് മാർച്ച് നടന്നപ്പോൾ അതിന്റെ നേതൃത്വം കൊടുത്ത ഒരാളെ കൂടിയാണ്. ഒറ്റ കാര്യം കൂടി, ഈ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പലതും ഇതിനു മുമ്പ് നമ്മളിങ്ങനത്തെ വാർത്തകൾ പലതും കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ശരി, ഇടപെടുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ ഇപ്പൊ ഇവിടെ കേന്ദ്രമന്ത്രി പറയണ്ടായി ഇത് കോടതിയിലിരിക്കുന്ന ഈ വിഷയം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റും. BJPയുടെ നേതാക്കന്മാരും പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത് കോടതിയിലേക്ക് പോകുന്നു, കേസെടുക്കാനൊക്കെ മുമ്പ് ഇവരൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്താൽ അപ്പൊ ഇവരൊക്കെ കാതുകളൊക്കെ അടഞ്ഞു പോകുന്നു. അവർ കേട്ട് അതൊക്കെ മനസ്സിലായെങ്കിൽ സുഖമായിട്ട് കേസോ കോടതിയോ ഒന്നും വരില്ലായിരുന്നു. അവിടെ വെച്ച് തന്നെ ആ സിസ്റ്റർമാരെ പറഞ്ഞുവിടുമായിരുന്നു. ഇപ്പൊ നമുക്ക് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങൾ പലതും കേൾക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആ സഹോദരിമാരെ കേട്ടപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഈ കന്യാസിനിമാർ ആരാ? ഈ സമർപ്പിതമായ ദൈവത്തിന് അർപ്പിതമായ ജീവിതം നയിക്കുന്നു. അതോടൊപ്പം തന്നെ അശരണയെയും പാവപ്പെട്ടവരെയും രോഗികളെയും അതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത മേഖലയിൽ കയറി ചെന്ന് അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ്. ആ തിരുവസ്ത്രം ഇട്ടവർ ജെബി പറഞ്ഞില്ലേ, അവരിഞ്ഞിപ്പോ 2 ആഴ്ച പോയി ഒപ്പിടണം. എവിടെ? പോലീസ് സ്റ്റേഷനിൽ. നമ്മുടെ പൊളിറ്റിക്കൽ കേസിൽ പോലും കുട്ടികളോ മറ്റുള്ളവർ ഒപ്പിടാൻ പോയി വൈമനസ്യം കാണിക്കുമ്പോൾ ആ സഹോദരൻ ഒരു തെറ്റും ചെയ്യാത്തവർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ ഭരണകൂടത്തിന്റെ ഇടപെടലും ഇപ്പോൾ NIA-ക്ക് എന്ത് കാര്യം? ഇതൊക്കെ ഇവരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് കോടതിയിൽ ആ രീതിയിൽ അവർ അവതരിപ്പിക്കുന്നത്. എന്തായാലും പൊറാട്ട് നാടകങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. താങ്ക് യു.